ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ലാൻഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകൾ വയ്ക്കാൻ പറ്റിയ ഒരു ഹൗസ് പ്ലോട്ടുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് മെയിൻ റോഡിലേക്ക് ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരം വരുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററോളം ദൂരവും, തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള കിഴക്കമ്പലം ടൗണിലേക്ക് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ ഹൗസ് പ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായി വീടുകൾ പണിയാൻ പറ്റിയ ലാൻഡുകളാണത്. ഈ ഹൗസ് പ്ലോട്ടുകളുടെ സ്കെച്ചാണ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 6 സെൻറ്റ്, 5.25 സെൻറ്റ്, 5 സെൻറ്റ് ലാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. കിണർ താത്തിയാൽ ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ഹൗസ് പ്ലോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഹൗസ് പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് 5 ലക്ഷം രൂപയാണ്. തീർച്ചയായും സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഇനി വീട് വയ്ക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. മാത്രമല്ല കസ്റ്റമർ ചോയ്സ് അനുസരിച്ച്, കസ്റ്റമറുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ തന്നെ വീടും വേണമെങ്കിൽ നിർമ്മിച്ച് നൽകുന്നതാണ്. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഹൗസ് പ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വില്ല പ്രൊജക്റ്റുകളും മറ്റു ഇൻഡിപെൻഡൻറ്റ് ഹൗസുകളും ധാരാളമായി വരുന്ന ഒരു ഏരിയയാണിത്. ഈ ലാൻഡ് വിശ്വാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലാൻഡുകൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ പ്രോപ്പർട്ടി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.